വചനത്തിൽ രൂത്തിൻ്റെ പുസ്തകം ആശ്വാസവും പ്രത്യാശയും തരുന്നതാണ്. രൂത്തിനോട് നവോമി ചോദിക്കുന്ന ഒരു ചോദ്യം, മോളെ, നീ ഇന്ന് ഏത് വയലിലാണ് പെറുക്കിയത്? എവിടെയായിരുന്നു നീ? അങ്ങനെ ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. അവളുടെ മുഖത്ത് ഒരിക്കലും കാണാത്ത ഒരു പ്രസാദം, എന്തോ കണ്ടുകിട്ടി ജീവിതത്തിൽ ഒരർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു നാഴിക. എല്ലാം കഷ്ടതകളെല്ലാം മറന്ന് സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയം നവോമിയെ അതിശയപ്പെടുത്തി. എന്താണ് ഇത്രയും ദുഃഖത്തിലും പ്രയാസത്തിലും കിടക്കുവാൻ ഒരിടമില്ല, അന്നത്തിന് വഴിയില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, ഒരാശ്രയവും ഇല്ല. സ്വദേശത്ത് വന്ന് ഭർത്താവിൻ്റെ ദേശത്ത് ജനിച്ചു വളർന്ന നാട്ടിൽ ദരിദ്രരായി കഴിയേണ്ടി വന്നതായ ഒരു കുടുംബം, അമ്മയും മരുമകളും. ആ സമയത്തും മരുമകളെ നോക്കിയപ്പോൾ ഈ ഫീലിങ്സ് എല്ലാം ആദ്യം അവൾ ജോലിക്ക് ഇറങ്ങിപ്പോകുമ്പോഴുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുകിട്ടിയതുപോലെ അവൾ സംസാരിക്കുവാനും മുഖപ്രസാദവും കണ്ട് മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിൽ ആയിരുന്നു ചെന്നെത്തിയത്. ബോവസിൻ്റെ വയൽ തേടിപ്പോയതല്ല. ബോവസ് ഒരു വലിയൊരു ധനികനാണ്, മഹാധനികനാണ്. തൻ്റെ അമ്മായിയപ്പൻ്റെ സ്വന്തക്കാരിൽ ആരോ ഒരാളാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബോവസിൻ്റെ വയലിൽ ചെന്ന് വിട്ടാൽ നമുക്കൊരു സഹായം ലഭിക്കും എന്നൊക്കെ അവൾ മനസ്സിലൊന്നും ചിന്തിച്ചില്ല. അവൾക്ക് ആ നാടിനെക്കുറിച്ചൊന്നും അവൾക്കൊരു പരിചയമില്ല. ഇറങ്ങി തിരിച്ചു. പക്ഷെങ്കിൽ എത്തേണ്ടിടത്താണ് എത്തിയത്. അതിനൊരു കാരണമുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് അവൾ അമ്മായിയമ്മയോടൊരു വാക്ക് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ ജനം എൻ്റെ ജനം. ഇത് സ്വർഗം കേട്ടു. അന്യജാതിയായക്കാരായ അല്ലെങ്കിൽ മൊവാബിയായ ഒരു സ്ത്രീ ദൈവത്തെ, സർവശക്തനായ കർത്താവിൻ്റെ നവോമിയുടെ ദൈവത്തെ അംഗീകരിച്ച അംഗീകാരം സ്വർഗം കുറിക്കൊണ്ടു. സ്വർഗം അടിവരയിട്ടു. നിന്റെ ദൈവം എൻ്റെ ദൈവം. അങ്ങനെ ഏറ്റുകൊണ്ടതായ ഒരു വ്യക്തി അവളുടെ ദൈവങ്ങളെ എല്ലാം മറന്ന്, അതുവരെയും അവൾ അറിഞ്ഞ പല ദൈവങ്ങളുമുണ്ട്, ദൈവത്തിൻ്റെ നാമങ്ങളുമുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള ആരാധനയും എല്ലാം വ്യത്യാസമാണ്. എങ്കിലും ഒരു ദിവസം അവൾ ഈ വാക്കുച്ചരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ അവളുടെ വാക്കിനെ ഏറ്റുപാടി. അങ്ങനെയെങ്കിൽ നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞതായ ഒരു വ്യക്തി പോകേണ്ട സ്ഥാനം ഏതെന്ന് തീരുമാനിക്കുന്നത് ആ ദൈവമാണ്. അവൾ ചെന്നെത്തേണ്ടിടത്ത് ചെന്നെത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്, കടപ്പാണ്. ദൈവം അത് ചെയ്യും. അങ്ങനെ ചെയ്തു. രൂത്തിൽ കൂടെ അങ്ങനെ സംഭവിച്ചത് കാണുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നവോമിയുടെ ചോദ്യം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ചോദ്യമാണ്. അതിനു മുമ്പ്, നവോമിയുടെ അടുത്ത് വരുന്നതിന് മുമ്പ് ബോവസ് അവളോട്, രൂത്തിനോട് ചില കാര്യം ചോദിച്ചു. രൂത്തിൻ്റെ ചോദ്യത്തിനുള്ളതായ മറുപടിയാണ് ബോവസ് കൊടുത്തത്. ഞാനൊരു അന്യജാതിക്കാരിയായിരിക്കെ നിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിന്റെ ദാസിമാർക്കുള്ളതായ അംഗീകാരം പോലെ എനിക്കും അംഗീകാരം തരുവാൻ, കാലാപെറുക്കുവാൻ വന്നതായ എനിക്ക് എങ്ങനെ ഇത് സാധിച്ചു? എന്തിന് നീ അധികാരവും അവകാശങ്ങളുമൊക്കെ തന്നു എന്ന് ബോവസിനോട് ചോദിച്ചപ്പോൾ ആ ബോവസ് അവൾക്ക് കൊടുത്തതായ മറുപടി, നിന്റെ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നിന്റെ അമ്മായിയമ്മയ്ക്ക് നീ ചെയ്ത നന്മയും, അവളോട് നിന്റെ ദേശത്തെ എല്ലാം വിട്ടിട്ട് അവളോട് ചേർന്ന് പട്ടിണിയാണെങ്കിലും പ്രയാസമാണെങ്കിലും അവളുടെ ദുരിതത്തിൽ പങ്കുചേരുവാൻ നീ കാട്ടിയതായ മനോഭാരം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനേകരിലും ഇല്ലാത്തതായ ഒരു അനുഭവം, അനേകർക്കും കാണിക്കുവാൻ കഴിയാത്തതായ ഒരു തൻ്റെ ഇടം. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ആ വാക്ക് സ്വർഗത്തിൽ അടിവരയിട്ടപ്പോൾ അന്നു മുതൽ ദൈവം രൂത്തിനെ നടത്തുവാൻ തുടങ്ങി. അവളുടെ തലമുറയിൽ നിന്ന് ഇസ്രായേൽ രാജ്യത്തിന്, ഇസ്രായേൽ ദേശത്തിന് അല്ല, ലോക
രാജ്യങ്ങൾക്ക് മുഴുവനും സകല മാനവജാതിക്കും രക്ഷകനായി പിറന്ന യേശുവിനെ പിറക്കുവാൻ ആ തലമുറയിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം കണ്ടു. എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം പറയുമ്പോൾ അത് രൂത്തിൽ വന്ന് നിൽക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ മനോഹരമാണ്. രൂത്തിൻ്റെ വംശാവലിയോ ബന്ധമോ ഒന്നുമല്ല കാര്യം. അവൾ പറഞ്ഞതായ ഒരു വാക്ക്, നിന്റെ ദൈവം എൻ്റെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ നാം ഏത് ജാതിയാണെങ്കിലും, ഏത് വംശമാണെങ്കിലും, ഏത് സ്വഭാവമാണെങ്കിലും ഒരു വാക്ക് നാം പറയുമ്പോൾ, നിന്റെ ദൈവം എൻ്റെ ദൈവം, കർത്താവേ നീ എൻ്റെ ദൈവം, അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുന്ന വാക്കാണെങ്കിൽ ആ വാക്കിനോട് ചേർന്ന് ചിലത് ത്യജിക്കേണ്ടി വരും. എന്താണെന്നറിയാം? സ്വന്തവും ദേശവും നാട്ടും വീടും അപ്പനും അമ്മയും എല്ലാം വിട്ടു പോവുകയാണ്. എങ്ങോട്ട്? നവോമിയോടൊപ്പം, അവളുടെ ദൈവത്തോടൊപ്പം ചേരുവാൻ. ദൈവം അവളെ ഒരു മഹാജാതിയാക്കി. ഇന്ന് പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, രൂത്തിൻ്റെ വായിൽ നിന്ന് വന്നതുപോലെ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ ദൂതന്മാർ ഏറ്റുപാടുന്നതായ ഒരു വാക്കാണത്. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പോകുന്നിടത്തൊക്കെ ഞാനും പോകും, നീ കഴിക്കുന്നത് മാത്രം മതി എനിക്ക്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ബോവസ് വിളിക്കുകയാണ്, വരിക, ചാറിനകത്ത് മുക്കി കഷ്ണത്തോടു കൂടി നീ അപ്പം ഭക്ഷിച്ചോളുക. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിലെ ജോലിക്കാരൊക്കെ വയലിൽ ജോലി ചെയ്യുന്ന ഒരു വലിയ പാത്രത്തിൽ കറികൾ ഒഴിച്ചിട്ട് അതിനകത്താണ് അപ്പം മുക്കി മുക്കി കഴിക്കുന്നത്. എന്നാൽ ആ വയലിലെ പെർമനൻ്റായിട്ട് ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങനെ കഴിക്കാൻ ഒക്കുള്ളൂ. കാല പെറുക്കുന്നവർക്ക് അവകാശമില്ല. ബോവസാൽ അവൾക്ക് അവകാശം ലഭിച്ചു. അവൾ ചാറിനകത്ത് മുക്കി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ തിരുരക്തത്തിൽ അത് മുക്കി കഴിക്കുന്നതിനാൽ അവനോടുള്ളതായ ബന്ധം ഇതാ ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ബോവസ് പറയുകയാണ്, ഈ ചാറിനകത്ത് മുക്കി നീ ഭക്ഷിച്ചുകൊള്ളുക. യേശു ആ ചാറിനെ എടുത്ത് 2000 വർഷത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ഇത് പുതിയ നിയമത്തിലേക്കുള്ളതായ എൻ്റെ രക്തം. ഇത് കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നു. ഇത് ഭക്ഷിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നു. കാരണം ഞാൻ സകലതും വിട്ട് നിങ്ങൾക്ക് വേണ്ടി താണിറങ്ങിയ എൻ്റെ ആ മനുഷ്യാവതാരത്തെ നിങ്ങളൊരു ദൈവീകമായി നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെന്നെത്തേണ്ടടുത്ത് മാത്രമേ നിങ്ങളെ ചെന്നെത്തിക്കുകയുള്ളൂ. ആ ഒരു പ്രത്യാശയാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നത്. ചെന്നെത്തേണ്ടടുത്ത് മാത്രം. നവോമി ചോദിച്ച ചോദ്യത്തിന്, മോളെ, ഇന്ന് പകൽക്കാലം നീ ഏത് വയലിലായിരുന്നു? ഞാൻ അങ്ങനെ ചോദിക്കുവാൻ രൂത്തേ ഒരു കാരണമുണ്ട്. നിന്റെ മുഖം നിന്റെ ജീവിതത്തിൽ പ്രത്യാശയെ വെളിപ്പെടുത്തുന്നു. നിന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ട്, നിന്റെ പ്രതിഷ്ഠയ്ക്ക് അർത്ഥമുണ്ട്, നിന്റെ അംഗീകാരത്തിന് അർത്ഥമുണ്ട് എന്ന് നിന്റെ മുഖം പറയുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയുടെ മുഖം പ്രകാശിക്കും. എന്താണെന്നറിയാമോ? ജീവിതത്തിൽ ഒന്നുമില്ല എങ്കിലും എല്ലാം ഉള്ളവരെ പോലെ വളരെ കഷ്ടമാണ്, പ്രയാസമാണ്, ദുഃഖമാണ്, ദാരിദ്ര്യമാണെങ്കിലും സകലത്തിനും മതിയായവനായ ഒരുവനെ നീ കണ്ടെത്തിയതായ സന്തോഷം നിന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെടും. കാണുന്നവരെല്ലാം ചോദിക്കും, നീ എവിടെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സന്തോഷത്തെ പങ്കിടുവാൻ ദൈവം ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാമും നമ്മുടെ തലമുറകളും എത്തേണ്ടടുത്ത് മാത്രം എത്തിച്ചേരുന്നതിന് വേണ്ടി ദൈവത്തോടൊരു വാക്ക് പറയണം.